വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. മച്ചാൻ്റെ മാലാക സിനിമ കണ്ടു. അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറയാൻ പോകുന്നു. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ യൂട്യൂബിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മച്ചാൻ്റെ മാലാക, ഇവിടെ മാലാക എന്നാണ് അവസാനിക്കുന്നത്. സത്യത്തിൽ ഈ സിനിമയിൽ മാലാക എന്ന ആ ഒരു പേര് കൊടുക്കാൻ എനിക്ക് ഒരു അഭിപ്രായമില്ല. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവനും തന്നെ എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ, പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതല്ലായിരിക്കാം. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഇതിലെ നമിത പ്രമോദിൻ്റെ കഥാപാത്രം ബിജിമോള്, ശാന്തി കൃഷ്ണയുടെ കുഞ്ഞുമോള്, അതേപോലെ നമിതയുടെ ഭർത്താവ് സൗബിൻ സാഹിർ ചെയ്തിരിക്കുന്നു. കക്ഷിയുടെ കഥാപാത്ര പേര് സജീവൻ. അതേപോലെ ശാന്തി കൃഷ്ണയുടെ ഭർത്താവായിട്ട് മനോജാണ് അഭിനയിച്ചിരിക്കുന്നത്. ക്യാരക്ടർ നെയിം ഗോപി. അപ്പോൾ ബിജിമോൾ, അതേപോലെ സജീവൻ, കുഞ്ഞുമോൾ, അതേപോലെ ഗോപി, ഈ 4 കഥാപാത്രങ്ങളാണ് ഇതിലെ പ്രധാനികൾ. ഈ സിനിമയിൽ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ ഏതൊക്കെ ആക്ടേഴ്സാണോ ചെയ്തിരിക്കുന്നത് അവരോട് ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നവരും അതേപോലെ ഡയറക്ടറും എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യം ഓക്കെയാണ്. പക്ഷേ സിനിമ എങ്ങനെയായിരുന്നു എന്ന് ഇനി പറയാം. ഈ സിനിമയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മച്ചാൻ്റെ മാലാക എന്ന പേര് സൂട്ടാവില്ല. പകരം സ്ത്രീ ഭരണം അല്ലെങ്കിൽ പെണ്ണാധിപത്യം അങ്ങനെയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ കറക്റ്റ് ആകുമായിരുന്നു. കാരണം ഇതിൽ ബിജിമോളും കുഞ്ഞിമോളും അവരുടെ ഭർത്താക്കന്മാരോട് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ആൺകുട്ടികൾക്കൊക്കെ ഈ സിനിമ കാണുമ്പോൾ ഒരു വെറുപ്പിക്കൽസ്, മുഷിപ്പിക്കൽസ്, ദേഷ്യമൊക്കെയാണ് വരിക. കാരണം ഈ ബിജിമോളും കുഞ്ഞിമോളും ഈ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെയും അവരുടെ ഭർത്താക്കന്മാരെ മാക്സിമം സ്ത്രീ ഭരണമാണ് ചെയ്യുന്നത്. അതേപോലെ പേപ്പട്ടികളോട് എങ്ങനെ പെരുമാറുമോ അതുപോലെയാണ് ഇവരോട് പെരുമാറുന്നതായിട്ടാണ് എനിക്ക് ഈ സിനിമ കാണുമ്പോൾ തോന്നിയത്. ഇത് സ്ത്രീകളാണ് ഈ സിനിമ കാണുന്നതെങ്കിൽ അവർക്ക് ഇത് എന്ത് കഥാപാത്രങ്ങളാണ് ഈ ബിജിമോളും കുഞ്ഞുമോളും, ഞങ്ങൾ ഇതുപോലെ അല്ല എന്നാണ് മിക്ക സ്ത്രീകൾക്കും തോന്നുക. അതേപോലെ ഇതിലെ ആൺ കഥാപാത്രങ്ങളെ, അതായത് സജീവനെയും ഗോപി തുടങ്ങിയ കഥാപാത്രങ്ങളോട് ഇത് എന്ത് പെൺകോന്തന്മാരാണ്, മണുങ്ങന്മാരാണ്, 2 പൊട്ടിച്ചുകൂടെ ആ ബിജിമോൾക്കും കുഞ്ഞുമോൾക്കും എന്ന് സ്ത്രീകൾ തന്നെ പറയുന്ന രീതിയിലാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങളും സിറ്റുവേഷനും കഥയും ഒക്കെ ഉള്ളത്. ആണുങ്ങളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരെയും ഞാൻ പറയുന്നില്ല, എൻ്റെ അഭിപ്രായം എനിക്ക് തോന്നിയത് എന്ത് ആണുങ്ങളാണ് ഇവർ. 2 പൊട്ടിക്കേണ്ട സമയത്ത് ആ ബിജിമോളോടും കുഞ്ഞുമോളോടും ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. ഇവർ 2 പേരും, അതായത് സജീവനും ഗോപിയും തനിയെ ഇരുന്നിട്ട് തങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് കുറ്റമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബിജിമോളുടെയും കുഞ്ഞുമോളുടെയും മുന്നിലെത്തുമ്പോൾ ഇവർ പൂച്ചക്കുട്ടികളെ പോലെ ആവുകയാണ്. ഒന്ന് പ്രതികരിക്കണ്ടേ? പക്ഷെ അതേസമയം ചില ഘട്ടങ്ങളിൽ ഇവർ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് മാലാക എന്ന് പേര് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇതിൽ നമിത, അതായത് ബിജിമോള് തൻ്റെ ഭർത്താവ് സജീവന് ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. അത് നല്ല വിഷയമാണ്. കാരണം അത് ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷെ അത് കൊടുക്കുമ്പോൾ പോലും സ്ത്രീ ഭരണം, സ്ത്രീ ആധിപത്യത്തോടെ നിബന്ധനകളോടെയാണ് കൊടുക്കുന്നത്. ആ നിബന്ധനകൾ ഓക്കെയാണ്, കാരണം സജീവൻ്റെ ആ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോൾ ബിജിമോള് ആ കൊടുത്ത സംഭവം തിരിച്ചു ചോദിക്കുകയാണ്. കൊടുക്കുക തിരിച്ചു ചോദിക്കുക, കൊടുക്കുക തിരിച്ചു ചോദിക്കുക എന്ന് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് ബിജിമോള് ഇവിടെ സജീവന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വിഷയം നോക്കിയപ്പോൾ കോമഡി ആയിട്ടാണ് തോന്നിയത്. കാരണം ഒരിക്കലും ആ സംഭവം ഇങ്ങനെ കൊടുത്തിട്ട് തിരിച്ച് നമ്മുടെ നമിത അല്ലെങ്കിൽ ബിജിമോളിലേക്ക് ചേർക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അതേപോലെ തന്നെ ഇതിൽ സജീവൻ ബിജിമോളോട് ഒരു സമയത്ത് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ അയാൾ പ്രതികരിക്കാനുള്ള യോഗ്യത അയാൾക്കില്ല. കാരണം ആ കൊടുത്തിരിക്കുന്ന സംഭവം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആ തല്ലുന്ന കാര്യങ്ങൾ അതൊക്കെ അവിടെ സജീവൻ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ വേണ്ട സമയത്ത് സജീവൻ പ്രതികരിക്കാതെ എപ്പോഴും ഒരു പെൺകോന്തനായിട്ട്, ഒരു മണുങ്ങനായിട്ടാണ് സജീവൻ്റെ കഥാപാത്രം ഈ സിനിമയിലുള്ളത്. ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് ജേക്സ് ആൻ്റണിയാണ്. അതേപോലെ സ്ക്രീൻ പ്ലേ
അജീഷ് പി തോമസ് ആണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഡയറക്ടർ ബോബൻ സാമുവലാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഈ കഥയിൽ കുറച്ചുകൂടി ത്രില്ലിങ് വരുത്തിയിട്ട് ആണുങ്ങൾക്കും അതേപോലെ പെണ്ണുങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ കഥ കൊണ്ടുപോകാമായിരുന്നു. ഈ നമിത പ്രമോദ് എപ്പോഴും തന്നെ ഇതേപോലത്തെ കഥാപാത്രങ്ങളാണ് സ്വീകരിക്കാറ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമിത ചെയ്യുന്ന സിനിമകളിലൊക്കെ തന്നെ അവർ ആണുങ്ങളെക്കാൾ ഒരു സ്റ്റെപ്പ് മേലെ, അല്ലെങ്കിൽ ഒരു അഹങ്കാരി, ഒരു തൻ്റേടി, ആ രീതിയിലാണ് അവർ അഭിനയിക്കുക. പക്ഷെ അവരുടെ അഭിനയം നന്നായിരിക്കും കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ എന്നാൽ ആ കഥാപാത്രത്തിൻ്റെ അവസ്ഥ അങ്ങനെയുള്ളത് തന്നെ നമിത തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇനി അല്ലെങ്കിൽ ഇത്തരം കഥാപാത്രങ്ങൾ വരുമ്പോൾ ആ സിനിമ എടുക്കുന്നവർ ഇതിന് പറ്റിയ ആൾ നമ്മുടെ നമിതയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ചില സിനിമകളിൽ നമിത നന്നായിട്ട് വേറെ റോളുകൾ ചെയ്യാറുണ്ട്. പക്ഷേ എപ്പോഴും ഇങ്ങനത്തെ ഒരു കഥാപാത്രങ്ങളാണ് അവർ എടുക്കുന്നത്. അതെനിക്ക് അവർ നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. കാരണം നല്ലൊരു ആക്ടറാണ് അവർ. എനിക്ക് അവരുടെ ക്യാരക്ടർ ചെയ്യുന്ന വിധമൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എപ്പോഴും ഇങ്ങനെ പോകുന്നു. ഈ സിനിമയിൽ മൊത്തത്തിൽ നമിതയുടെ ആ കഥാപാത്രം വെറുപ്പിക്കൽസ് പൂരമാണ്, ആദ്യം മുതൽ അവസാനം വരെ. ഈ സിനിമയുടെ അവസാനം പോലും ഒരു കൊച്ചു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ തല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ സ്ത്രീ ഭരണം ഇനിയും തുടരും എന്ന രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതിൽ ഒരു പോത്തുണ്ട്. ആ പോത്തിന് പോലും ഒരു നിമിഷം ഒരു നല്ല തീരുമാനം അത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പോത്ത് പോലും ഈ സിനിമയിൽ നല്ല തീരുമാനം എടുക്കുമ്പോൾ, അതായത് സ്ത്രീ ഭരണത്തിൽ നല്ല തീരുമാനം എടുക്കുമ്പോൾ, ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങളോട് പോത്തിൻ്റെ ഒരു അവസ്ഥ പോലും ഇല്ലാതെയാണ് ആ സജീവനും ഗോപിയും ഉള്ളത്. ശരിക്കും പോത്തിനോട് പോലും ഇവരെ ഈ കഥാപാത്രങ്ങളെ വിശേഷിപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഈ സിനിമ ആദ്യം മുതൽ അവസാനം വരെയും ഇഷ്ടമേ ആയില്ല. എന്നാലും സിനിമയുടെ അവസാനമൊക്കെ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ അവർ അവസാനിപ്പിച്ചിട്ടുണ്ട്, അത് ഓക്കെ. പക്ഷെ അപ്പോഴും ആ സ്ത്രീ ഭരണത്തെ കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അതേപോലെ കുഞ്ഞുമോളുടെ കഥാപാത്രത്തിന് ഈ സിനിമയിൽ ലഭിക്കുന്ന കാര്യം എനിക്ക് ഇഷ്ടമായില്ല. കാരണം അതുകൊണ്ട് ആ സ്ത്രീ ഭരണം അവിടെ അവസാനിക്കുന്നില്ല. പകരം അവരെയും ഗോപി കഥാപാത്രം അല്ലെങ്കിൽ ഇതിലെ മറ്റ് കഥാപാത്രങ്ങളൊക്കെ, അവരുടെ ഭർത്താവാണ് ഗോപി കഥാപാത്രം മനോജ്. അപ്പോൾ കക്ഷിയൊക്കെ ഒപ്പത്തിനൊപ്പം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ത്രില്ലിങ്ങോടെ പോയിട്ട് അവരെ നന്നാക്കി എടുത്തു. അതായത് ഞാൻ ചുരുക്കി പറയുന്നത് എന്താ വെച്ചാൽ, ആണിനും പെണ്ണിനും തുല്യമായ ഒരു സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ട് ഈ സിനിമയിൽ അവസാനിക്കുകയും അതേപോലെ ആ രീതിയിൽ സിനിമ പോവുകയും ചെയ്യുകയാണെങ്കിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈ സിനിമ ഒരുപോലെ ത്രില്ലിംഗ് ആയി തോന്നും. പക്ഷെ അങ്ങനെ ഒരു ത്രില്ലിങ് വരും എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. ഇത് എൻ്റെ അഭിപ്രായമാണ്. പക്ഷേ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ചിലപ്പോൾ ഇഷ്ടമായേക്കാം. അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഈ സിനിമ ഇഷ്ടമായില്ല. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.